12,000 ബിസ്മി ചൊല്ലിയതിന്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ദിവസവും അതേക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി മാത്രം മെസ്സേജുകൾ അയക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ നാം ചെയ്ത ആ വീഡിയോ കാണുകയും 10,000 അതിന്റെ അമലുകൾ ചെയ്യുകയും 1000 അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെ മുജറബായ ഫലം ചെയ്യുമെന്ന് ഉറപ്പുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു അമലാണ് 12,000 ബിസ്മിയുടെ അമല്. കഴിഞ്ഞ ദിവസം ഈ 12,000 ബിസ്മിയുടെ അമല് ചെയ്ത ഒരാൾ നമ്മെ അറിയിച്ചത്, ഞാൻ ദുബായിൽ വന്നിട്ട് ഒന്നും കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉസ്താദിന്റെ വീഡിയോ കാണാനിടയായത്. 12,000 ബിസ്മി ചൊല്ലാൻ നിയ്യത്താക്കി 3,000 ആകുമ്പോഴേക്ക് അൽഹംദുലില്ലാഹ് എനിക്കൊരു ജോലി ശരിയായി. വളരെ ഫലം ചെയ്യുന്ന ദിക്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ നമുക്കത് അറിയിച്ചത്. അതവർ പരസ്യമായിട്ട് എഴുതുകയും അത് നിങ്ങൾക്ക് കാണുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 12,000 ബിസ്മിയുടെ അമൽ എന്ന് പറയുമ്പോൾ അത് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു അമലാണ്, മുജറബായ ഒരു അമല്, ഫലം ചെയ്തിട്ട് അനുഭവമുള്ള അമല്. അതുകൊണ്ടാണ് നാം ആ ഒരു അമലിനെ കുറിച്ച് സംസാരിക്കുന്നത്. നിരവധി ആളുകൾ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അതിന്റെ അമലുകൾ ചെയ്തവരാണ്. ഈ വിനീതൻ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ പല ആളുകളും പറഞ്ഞത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് ഉള്ള ഒരു അമലാണ് യഥാർത്ഥത്തിൽ 12,000 ബിസ്മിയുടെ അമല്. ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തവണ തന്നെ അത് ചെയ്ത് ആഗ്രഹം പൂർത്തീകരിച്ച് മറ്റൊരാവശ്യത്തിന് വേണ്ടി വീണ്ടും ചെയ്യുന്നവര്, കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് വന്ന പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പറയണം. 12,000 ബിസ്മിയുടെ അമല് കൊണ്ട് റിസൾട്ട് കിട്ടിയ അനുഭവങ്ങൾ നമ്മോട് നേരിട്ട് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. കാരണം ബിസ്മി യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആന് കൊണ്ട് അമല് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക പരിഗണന ഉണ്ടാകുകയും നമ്മളതിൽ മുത്തുനബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഈ ഒരു അമലിന്റെ സ്ട്രക്ചർ, ഇതിന്റെ ഒരു ഘടന നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും റിസൾട്ട് കിട്ടുന്നത് എന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കാതിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയങ്ങൾ അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ദിവസവും ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള ദിവസം എന്ന് പറയുന്നത് അത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടത്, ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. അപ്പൊ ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് നമുക്ക് വരാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച 10 മണിക്ക് ശേഷം മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാം. പല ആളുകളും പല സമയങ്ങളിലായിട്ട് വിളിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമുക്ക് ടോക്കൺ കൊടുക്കാൻ സാധിക്കാറില്ല, ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. ഞായറാഴ്ച തന്നെ ഒരു 10 മണിക്കൊക്കെ ബുക്കിംഗ് തുടങ്ങിയാൽ ഏകദേശം 1-2 മണിക്കൂറിനുള്ളിൽ ചൊവ്വാഴ്ച രാത്രി കുറെ സമയം വൈകിട്ട് വരെയുള്ള ബുക്കിങ്ങുകളൊക്കെ ഫുള്ളാകുന്നതുകൊണ്ട് വളരെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ 10 മണിക്ക് ബുക്കിംഗ് തുടങ്ങിയിട്ടൊരു 11:30 12 മണിക്കൊക്കെ വിളിച്ചവർക്ക് രാത്രിക്കുള്ള ടോക്കണാണ് കിട്ടി. അത്രയും പെട്ടെന്ന് ബുക്കിംഗ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള ആളുകളൊക്കെ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് നേരത്തെയുള്ള സമയങ്ങളിൽ വരാൻ വേണ്ടി ശ്രമിക്കണം. തിരിച്ചു പോകാനുള്ള വാഹന സൗകര്യങ്ങൾക്ക് ഏർപ്പെടുത്തി വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളും കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ബുക്ക് ചെയ്യാതെ വന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം സമയം നമുക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. രാവിലെ നേരത്തെ ഇരുന്ന് രാത്രി വൈകിയും ഇരിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബുക്ക് ചെയ്ത് മാത്രം വരണം എന്നറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ
പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കണം. ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ അമല് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സമയങ്ങൾ കടന്നു വരുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യും. പല ആളുകളും 12,000 ബിസ്മിയുടെ അമല് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആണ് ചെയ്യാൻ വേണ്ടി തയ്യാറാകാറുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിനും ഇജാബത്ത് ഉള്ള സമയമാണ്. അതുകൊണ്ട് ഇജാബത്തുള്ള സമയം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നാം ചെയ്യുന്ന അമലുകളിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളും തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ട് നമ്മോട് വിളിച്ച് ചോദിക്കുന്നവരോടും മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ അതിന്റെ ഒരു ശരിയായ ഒരു യഥാർത്ഥ റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചെയ്യേണ്ട രൂപ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സമയത്തിനനുസരിച്ച് ഫ്രീ ആകുമ്പോൾ. അപ്പൊ നല്ല നെയ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടണം എന്ന നെയ്യത്തോടുകൂടെ നിങ്ങൾക്കും 12,000 ബിസ്മിയുടെ അമല് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടെ അത് ചെയ്യേണ്ട കൃത്യമായ രൂപം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതേ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോയി കാണേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ വീഡിയോ കാണലോടുകൂടെ തന്നെ നിങ്ങൾക്ക് ആ അമലുകൾ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അത് ഏത് കിതാബിലാണോ ഉള്ളത് ആ കിതാബിൽ നിന്ന് തന്നെ നമ്മൾ കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ ആഗ്രഹം പ്രത്യേകം, ആവശ്യം പ്രത്യേകം മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ഇത്ര ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഇതിന്റെ ഓരോ അമൽ ചെയ്യുമ്പോൾ അതിന്റെ A to Z കാര്യങ്ങള്, ആ തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വിശദീകരിച്ച് പറയേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് ആ ആഗ്രഹത്തിനെ കൊണ്ടുവരാം. അതെന്ത് ആഗ്രഹമാണെങ്കിലും നടക്കട്ടെ, ഹലാലായ കാര്യമാണോ തീർച്ചയായും അത് നടന്നിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന അമല് ബിസ്മിയുടെ അമലാണ്, പവർഫുൾ ആയിട്ടുള്ള അമലാണ്. മാത്രമല്ല മുജറബാത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാര് ഒരുപാട് ആളുകൾക്ക് അമല് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടി. അതാണ് മുജറബ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. മുജറബാണ്, പരീക്ഷിച്ച് ഫലം കണ്ടെത്തിയതാണ് എന്നാണ് അതിനർത്ഥം. അപ്പോ അവർക്കൊക്കെ പരീക്ഷിച്ച് ഫലം കണ്ടെത്തിയ അമല് അത് അങ്ങനെയായത് അവരത്രമേൽ ആത്മാർത്ഥതയോടുകൂടെ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇത് ഇവിടുന്ന് ഇത് കേട്ടതിന്റെ പേരിൽ ചെയ്യുമ്പോഴും അതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യാതെ, ഒരാൾ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് പോലെ ചെയ്യാതെ സ്വമേധയാ ചെയ്യുന്ന ആ ഒരു ഫീലിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാനിത് ചെയ്യുമ്പോൾ എന്റെ റബ്ബന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും എന്ന ദൃഢമായ വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടണം. അങ്ങനെ അവനത് ചെയ്യണം. അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ നല്ല ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്റെ മോൻ ഗൾഫിൽ പോയിട്ട് 3-4 മാസമായി. ഇതുവരെ അവനെ ഒരു സുഹൃത്തിന്റെ റൂമിലാണ് നിൽക്കുന്നത്. അവന് തന്നെ എന്തോ ഇറിറ്റേഷൻ ഉണ്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലിയായി കിട്ടണം. ഞാനിതാ ഈ 12,000 ബിസ്മി
ബിസ്മിയുടെ ആമല് ചെയ്യാണ്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ബിസ്മിക്ക് അത്രമേൽ മഹത്വമുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ മകളുടെ വിവാഹം ശരിയാകുന്നില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, അതങ്ങനെ എന്തോ തടസ്സങ്ങൾ പറഞ്ഞങ്ങനെ തട്ടിപ്പോകുന്നു, അതൊരിക്കലും അത് റെഡിയായി കിട്ടുന്നില്ല. എന്നാൽ 12,000 ബിസ്മിയുടെ ആമല് മനസ്സറിഞ്ഞ് ഒരു തവണ ഒന്ന് ചെയ്തു നോക്കൂ, ആ മോൾക്ക് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് പ്രിയമുള്ളവരെ. ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ട എത്രയോ കേസുകൾ നമ്മുടെ അടുക്കൽ വരുന്നു. MDMA പോലെയുള്ള പുതിയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റിലും കേസിലും ജയിലിലൊക്കെ അകപ്പെട്ട കേസുകൾ കഴിഞ്ഞ ദിവസം 4 കേസുകൾ നമ്മുടെ അടുക്കൽ വന്നു. 4 കേസുകൾ. ആ 4 കേസിൽ ജയിലിലായ കേസുണ്ടായിരുന്നു, ജാമ്യം കിട്ടിയ കേസുണ്ടായിരുന്നു, അങ്ങനെ ഒളിവിൽ കഴിയുന്ന കേസുണ്ടായിരുന്നു. ഒക്കെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന്. ഇത്തരം വിഷയങ്ങളിലോ സന്ദർഭങ്ങളിലൊന്നും നമ്മൾ അവരുടെ പേരോ അവരുടെ സ്ഥലമൊന്നോ വെളിപ്പെടുത്താറൊന്നുമില്ല. അങ്ങനെ വെളിപ്പെടുത്തുന്നത് അത് ഉചിതവുമല്ല. പക്ഷെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം ആളുകളൊക്കെ ഈ അമല് ഒരൊറ്റ തവണ ചെയ്തു നോക്കുക. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പേരിൽ കണ്ണുനീര് കുടിക്കുന്നു നമ്മളല്ലേ. അവരൊക്കെ പറയുന്നത്, ഉസ്താദ് എന്റെ മോന്റെ കേസ് നടത്തിപ്പിന് വേണ്ടി മാത്രം എനിക്ക് 5-6 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങൾ വിറ്റിട്ടാണ് കേസ് നടത്തുന്നത്, എന്നിട്ടും മോനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കുന്നില്ല, ചതിയിൽ പെട്ടതാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മോചനം കൊടുക്കട്ടെ. ഈ ഒരു നിയ്യത്ത് കരുതിയിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ട്, മദ്യപാനം മാറാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു വീടുണ്ടാവാൻ വേണ്ടി. ഇപ്പൊ സ്ഥലവും വീടൊന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും, വാടകയ്ക്ക് കഴിയുന്ന ആളുകൾ, റെന്റായിട്ട് താമസിക്കുന്ന ആളുകൾ. ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസമാണ് നമുക്ക്. എന്താ, കുറച്ചൊക്കെ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ വീടുണ്ടാക്കാന്നുള്ളത്. ഒരു സ്ഥലം പോലും ഉണ്ടായിരിക്കില്ല ചിലപ്പോ. അപ്പൊ പ്രതീക്ഷ അസ്തമിച്ച് കിടക്കണം. അത്തരം സന്ദർഭങ്ങളിലൊക്കെ 12,000 ബിസ്മിയുടെ ആമല് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരിക്കലും പ്രതീക്ഷയില്ലാത്തതല്ലേ. റബ്ബ് അതിന് നല്ലൊരു മാർഗം നമുക്ക് തുറന്നു കഴിഞ്ഞാല് അത് വലിയ ഫലം ചെയ്യുന്ന ഒരു അമലാണ്, അതിന് കാരണമാകുന്ന ഒരു അമലാണ് 12,000 ബിസ്മിയുടെ അമല്. അപ്പൊ നല്ലൊരു നിയ്യത്ത്, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു നിയ്യത്ത്. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. എന്നാൽ പെട്ടെന്ന് ഒരു 12,000 ബിസ്മി അങ്ങ് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം ഈ പറയുന്ന രൂപത്തിൽ. ഇങ്ങനെ ഓരോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ ഒരു അമല് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ആ അമല് വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്താൽ അതിന് നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഞാൻ ആ കിതാബിൽ നിന്ന് തന്നെ അത് വായിച്ചു മനസ്സിലാക്കി തരാം. ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. മഹാന്മാർ പറയുന്നു, മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 12,000 മറ. ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12,000 തവണ ചൊല്ലിയാൽ, ഓരോ ആയിരങ്ങൾക്ക് ശേഷവും യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അവൻ സ്വലാത്ത് ചൊല്ലണം. വയസ്അലുല്ലാഹ ഹാജതഹു, അവന്റെ ആവശ്യത്തിനെ ഉടനെ തന്നെ അല്ലാഹുവിനോട് പറയണം. സുമ്മ യഊദു ഇലൽ ഖിറാഅ, പിന്നീട് അവൻ അവന്റെ ഈ ഖിറാഅത്തിലേക്ക് മടങ്ങണം. ഖിറാഅത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ 1000 തവണ പൂർത്തീകരിച്ചു, ഒരു സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് അവൻ അവന്റെ ആവശ്യത്തിന് അല്ലാഹുവിനോട് പറഞ്ഞു. വീണ്ടും അവൻ ഈ ഖിറാഅത്തിലേക്ക്, ബിസ്മി ഓതുന്നതിലേക്ക് മടങ്ങണം. എന്ന് വെച്ചാൽ ഇതുവരെ അവൻ ചൊല്ലി പൂർത്തീകരിച്ചത് 1000 ഇനി 1001, 1002 എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള അമലുകളിലേക്ക്, എണ്ണത്തിലേക്ക് അവൻ പ്രവേശിക്കണം. അങ്ങനെ 1000 എത്തുമ്പോൾ ഈ ചെയ്തതുപോലെ അവൻ ചെയ്യണം. ഏതുവരെ ചെയ്യണം? ഇലൻഖിലാഇൽ അദദിൽ മദ്കൂർ, ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ 12,000 തവണ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏത് ആഗ്രഹങ്ങളും, നടക്കില്ല എന്ന് പലപ്പോഴും കരുതിയിരുന്ന ആഗ്രഹങ്ങൾ അത് നടന്നു കിട്ടുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു അമലാണ് പ്രിയമുള്ളവരെ. ഇത് നമ്മുടെ വീഡിയോ ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ഈ വീഡിയോ പറയുന്നത്. ഇത് ഒരുപാട് ആളുകൾ കണ്ടു, നിരവധി ആളുകൾ അമലുകൾ ചെയ്തു. എത്രയോ ആളുകൾ എന്നെ തന്നെ ഇതിന്റെ റിസൾട്ട് നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു ഉംറക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബം, ഒരു നിലക്കും അവർക്ക് പോകാൻ സാധിക്കില്ല. ഇതിന്റെ ഒരു എങ്ങനെ ചെയ്യേണ്ടതൊന്നും കൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്, എല്ലാവരും കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. ഞാനിപ്പോ കിതാബിലുള്ള വായിച്ചിട്ടുള്ള ഒന്നുകൂടി പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട രൂപം പറയുന്നുണ്ട്.
അപ്പോൾ ഉംറയ്ക്ക് ഒരു നിലക്കും അവസരം കിട്ടില്ല എന്ന് നിരാശയോടുകൂടെ ഇരിക്കുകയാണ്. അവരുടെ കാലം കഴിയുന്നതിന് മുമ്പ് അവർക്ക് ഉംറ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെങ്ങനെ ചെയ്തു കിട്ടും? അതിനുള്ള സാമ്പത്തിക ശേഷി അവരുടെ കയ്യിലില്ല. അപ്പോൾ ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കണം, ഒരു അത്ഭുതം സംഭവിക്കണം. എങ്ങനെ അത്ഭുതം സംഭവിക്കുന്നു? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്ത് നിന്ന് അവരോട് പറയണേ, ഒരു ഉംറയൊക്കെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരോട് അതിനുള്ള ഒരു എമൗണ്ട് അവർക്ക് നൽകുകയും അവരാ ഉംറ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഉംറയ്ക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പ് അവരാ സന്തോഷ വാർത്ത നമ്മെ അറിയിച്ചിട്ട് അത് പ്രത്യേകം ഉസ്താദ് പറയണമെന്ന് പറഞ്ഞ് അറിയിച്ചു. ചില ആളുകൾ അത്തരം വിഷയങ്ങള് അവരാ അഭിമാനം കൊണ്ടത് പറയാൻ വേണ്ടി പറയാറുണ്ട്. ആ കൂട്ടത്തിൽ അവരത് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ട് ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ അത്ഭുതം സംഭവിച്ചു. വേറൊരാള് ഒരു ജോലിക്ക് നിൽക്കുന്ന തെക്കു ഭാഗത്തുള്ള ഒരു കുടുംബം, അവര് ഒരു വീട്ടില് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ്. അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതിന്റെ ഇടയ്ക്ക് ഭീമമായൊരു തുക അവർക്ക് ബാങ്കിൽ പേയ്മെന്റ് അവർക്ക് ചെയ്യാനുണ്ട്. അവര് അതിന്റെ ഇൻട്രസ്റ്റ് അടക്കാൻ വേണ്ടി അതിലേക്കാണ് അടക്കുന്നതൊക്കെ പോകുന്നത്. അതിന്റെ മുതല് അവർക്ക് വീട്ടാൻ സാധിക്കുന്നേ ഇല്ല. അപ്പോ കിട്ടുന്ന തുച്ഛമായതൊക്കെ വീട്ടുന്നത് അത് കടം വാങ്ങിച്ചതല്ല വീട്ടുന്നത്, അത് കുടിശ്ശികയായി വന്ന് അതിന്റെ ഇൻട്രസ്റ്റ് ആവശ്യമില്ലാതെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ വീടി കിട്ടും എന്നൊന്നും ഒരു ഐഡിയ അവരുടെ കയ്യിലില്ല. ഇങ്ങനെ കിട്ടുന്ന ചെറിയ ക്യാഷ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് അവര് നമ്മുടെ വീഡിയോ കാണുകയും ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ 12,000 ബിസ്മിയുടെ അമൽ അവർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അപാരമായ കുദ്റത്ത് കൊണ്ട് അവരോട് ഒരാൾ വന്ന്, അത് അവരുടെ ജോലി ചെയ്യുന്ന ആ വീട്ടുകാർ തന്നെ വന്ന് അവരോട് അത് പെട്ടെന്ന് ചില വിഷയങ്ങളൊക്കെ കുറെ സമയം നീണ്ടെടുക്കും അതൊക്കെ ചെയ്ത് കിട്ടാൻ. അവരോട് ഇങ്ങനെ നിന്റെ ബാങ്ക് ബാലൻസ് മുഴുവനും ഞാൻ വീട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് വളരെ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് അത് വീട്ടി കൊടുക്കുകയും ആ കടങ്ങൾ പൂർണ്ണമായും ഒരിക്കലും വീടുമെന്ന് പ്രതീക്ഷിക്കാതെ എത്ര നിരാശയോടുകൂടെ കഴിഞ്ഞായിരുന്നു അറിയോ? കാരണം ഈ കിട്ടുന്നൊക്കെ ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്, മുതലവർക്ക് വീട്ടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരിക്കലും വീട്ടിൽ കിട്ടില്ല എന്ന് കരുതിയത് അതൊക്കെ അവരും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു അമല് ചെയ്യുമ്പോൾ ആ അമൽ അതിന് കാരണമായിട്ട് സംഭവിക്കണം. ഓരോന്നും കാരണങ്ങളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ദുആ ചെയ്യുമ്പോൾ ആ ദുആ കാരണമായിട്ട് നമുക്ക് ലഭിക്കുന്നു. നമ്മളൊരു സ്വതക്ക ചെയ്യുമ്പോൾ ആ സ്വതക്ക കാരണമായിട്ട് നമുക്ക് ലഭിക്കുന്നു. അത്തരം അമലുകളിൽപ്പെട്ട വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് 12,000 ബിസ്മിയുടെ അമല്. അതുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 12,000 ബിസ്മിയുടെ അമല് വളരെ ആത്മാർത്ഥമായിട്ട് സമയം കണ്ടെത്തിയൊന്ന് ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തവർക്കൊക്കെ ഒരുപാട് തവണ ചെയ്തവരുണ്ട്, ഒരു തവണ ചെയ്തവരുണ്ട്, റിസൾട്ട് ലഭിച്ചവരുണ്ട്. ചിലർക്ക് റിസൾട്ട് ലഭിക്കാൻ വൈകും, അത് പ്രത്യേകം മനസ്സിലാക്കണം. പല ആളുകളും ഈ റിസൾട്ട് വൈകും എന്ന് പറയുമ്പോൾ അത് റിസൾട്ട് ഇല്ല എന്നല്ല അതിനർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ 12,000 ബിസ്മിയുടെ അതിന്റെ ഒരു ഭാഗം ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. അപ്പൊ ഈ 12,000 ബിസ്മിയുടെ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ആദ്യമായിട്ട് അവൻ നല്ല നിയ്യത്ത് മനസ്സിലേക്കരുത്. ഒരു വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ദിവസം സമയം. ഇപ്പൊ അറഫാ ദിവസത്തിൽ ചെയ്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അവർ അറഫാ ദിവസത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അറഫാ ദിവസത്തിൽ ചെയ്തു. അതേപോലെ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ, നല്ല നല്ല മാസങ്ങളിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ അന്നത്തെ ദിവസങ്ങളിലൊക്കെ അത് ചെയ്യാൻ പറ്റുന്നതാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് അപ്പോ നല്ല നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് ബിസ്മി ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം. അതിന്റെ മുമ്പ് ഒരു 100 തവണ ഇസ്തിഗ്ഫാർ വേണമെങ്കിൽ ചൊല്ലാം, ഒരു 100 തവണ സ്വലാത്ത് ചൊല്ലാം. സ്വലാത്ത് ചൊല്ലിയിട്ട് ഇവൻ ഈ അമല് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം. എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത്? ആദ്യം ഇങ്ങനെ ചൊല്ലി ഒരു തസ്ബീഹ് മലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് കൃത്യമായിട്ട് എണ്ണം രേഖപ്പെടുത്തണം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൃത്യമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ എണ്ണി 1000 തവണ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലാം. ആ സ്വലാത്ത് ചൊല്ലിയ ഉടനെ അവന്റെ ആവശ്യം പറയും. അല്ലാഹുവേ, ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി നമ്മുടെ ആവശ്യം. അല്ലാഹുവേ, ഞാൻ ഈ അമല് ചെയ്യുന്നത് വർഷങ്ങളായി എന്റെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി വെച്ചിട്ട് ഇതുവരെയായിട്ട് നല്ല രൂപത്തിൽ അത് വിറ്റുപോകുന്നില്ല. അത് വിറ്റുപോയാൽ എനിക്ക് ഹജ്ജിന് പോകണം, എന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ബാധ്യത അതിൽ നിന്നാണ് വീട്ടേണ്ടത്, എനിക്ക്
എൻ്റെ മകളെ കെട്ടിച്ചയക്കാനുണ്ട്, എനിക്കൊരുപാട് കടങ്ങൾ വീട്ടാനുണ്ട്, അതിനാ സ്ഥലം നല്ല വിലക്ക് വിറ്റുപോകണം. അതുകൊണ്ട് അല്ലാഹുവേ അത് വിൽക്കാനുള്ള നല്ലൊരു പാർട്ടിയെ നീ അടുപ്പിക്കണം അല്ലാ. മനസ്സറിഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ദുആ ചെയ്യാം. വീണ്ടും 1001 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ 2000 ആകുമ്പോൾ വീണ്ടും ഒരു സ്വലാത്ത് ചൊല്ലുക, അവന്റെ ആവശ്യം റബ്ബിനോട് പറയാ. ഇങ്ങനെ ഇത് ഏതുവരെ ചെയ്യണം? കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞ ആ ഇബാറത്തുകൾ, വാക്യങ്ങൾ നാം വായിച്ചു. ഇലൻഖിളാഇൽ അദദിൽ മദ്കൂർ, ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കുന്നവരെ. അപ്പൊ 2000 കഴിഞ്ഞു പൂർത്തിയായി. അവന് സ്വലാത്ത് ചൊല്ലി ആവശ്യം പറഞ്ഞു. വീണ്ടും അവൻ 2001, 2002, 2003, 2004 എന്ന് പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലി തുടങ്ങി. അങ്ങനെ 3000, 4000, 5000, 6000, 7000, 8000, 9000, 10000, 11000, 12000, 12000 ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷവും ഇതേപോലെ ചെയ്ത് അവന്റെ അമല് അതോടുകൂടെ പൂർത്തീകരിച്ചു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏത് ആവശ്യവും അവൻ നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ്. ഇതിങ്ങനെ കൃത്യമായി ചെയ്തവർക്ക് അതിന്റെ റിസൾട്ട് പ്രിയമുള്ളവരെ ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം മഹാന്മാർ അത്രമേൽ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതാണെന്ന്. ഇനി ഇവിടെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത്, ഇപ്പോൾ 1000 കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞു. ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഏത് സ്വലാത്താണ് ഇവിടെ ചൊല്ലേണ്ടത്? ഏത് സ്വലാത്തും ചൊല്ലാം. നമ്മൾ സ്വലാത്തിനെ കുറിച്ച് പറയല് മാത്രം പറയുന്ന വീഡിയോകൾ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് സ്വലാത്തുകളുണ്ട്. സ്വലാത്തിന്റെ രൂപങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അറിയുന്ന സ്വലാത്ത് നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ട്. ആ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം, ആ സ്വലാത്ത് ചൊല്ലാം. അതേപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലി, ആ സ്വലാത്ത് ചൊല്ലാം. പിന്നെ അത് ഏത് സ്വലാത്തും ചൊല്ലാം. നമുക്കറിയാവുന്ന എത്ര സ്വലാത്തുണ്ട്. സ്വലാത്തുൽ ത്വയ്ബുണ്ട്, സ്വലാത്തുൽ നാരിയുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്, സ്വലാത്തുൽ കമാലുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളില്ലേ? ഏത് സ്വലാത്തും ചൊല്ലാം. നിങ്ങൾക്ക് ഏതാണോ അപ്പൊ തോന്നുന്നത് ആ സ്വലാത്ത് ചൊല്ലാം. സ്വലാത്തിൽ വെച്ച് ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാ? നമുക്കൊക്കെ അറിയാം. സ്വലാത്തു ഇബ്രാഹിമിയ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാം. ഇനി ഒരാൾ സ്വലാത്ത് ഇബ്രാഹിമിയാണ് ചൊല്ലുന്നതെന്ന് പറഞ്ഞാല് അത് കൂടുതൽ മെച്ചമുള്ളതാണ്, കൂടുതൽ ഫലം കിട്ടുന്നതാണ്, അത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. അങ്ങനെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലിയിട്ട് അവന്റെ ആവശ്യം ഉടനെ തന്നെ പറയാം. പിന്നെ പലരും ചോദിക്കുന്നത് ഇതൊരു ഒറ്റ ഇരുത്തത്തിൽ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. അങ്ങനെ അതിന്റെ ഒറ്റ ഇരുത്തത്തിൽ ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാണ്. നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം, മദ്രസയിലേക്ക് പറഞ്ഞയക്കണം. ഒരു വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിയാൽ തന്നെ നല്ല കഠിനമായ റിയാദകളൊക്കെ ചെയ്യുന്ന ഉമ്മമാരുണ്ട് കേട്ടോ, ഉപ്പമാരൊക്കെ ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്. നോമ്പെടുത്തുകൊണ്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാദയൊക്കെ ചെയ്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ അടുക്കൽ പലരും നേരിട്ട് വരാറുണ്ട്. ഈ അടുത്ത് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു പ്രായമൊന്നുമില്ല ഒരു പയ്യൻ, അവനിവിടെ വന്നിട്ട് അവനൊരു നോട്ട്ബുക്ക് ആയിട്ടാ വന്നിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അവന്റെ കയ്യിൽ നമ്മളിവിടെ വീഡിയോ ചെയ്ത ഓരോ വിഷയങ്ങളും കൃത്യമായി എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ അവന് ഹെഡിങ് കൊടുത്ത് ഒരു ഇസ്മ ഹെഡിങ് കൊടുത്തിട്ട് ആ ഇസ്മിന്റെ അർത്ഥം, അതിന്റെ വിശാലമായ അർത്ഥം, അതിന്റെ യൂസേജസ്, അതിന്റെ ഉപയോഗങ്ങള്, അതിന്റെ അതത്, അതുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഇറങ്ങി വരും എന്ന് പറഞ്ഞ ഭാഗം പ്രത്യേകം കള്ളിയിൽ ബോക്സിലാക്കി എഴുതി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ കുറിച്ച് ആലോചിച്ച് നോക്കി. നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ വീഡിയോ കേട്ട് അദ്ദേഹം എഴുതി വെച്ചത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞ ഉസ്താദ്, ഞാൻ ഉസ്താദിന്റെ വീഡിയോസ് എല്ലാം എഴുതി വെച്ച് 2 നോട്ട്ബുക്ക് ഫുള്ളായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് അതന്നെയാണ് നമ്മെ ഇത്തരം വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നതും. ഒരു പറ്റം ആളുകൾ ഇത് സാഗൂതം കാതോർത്ത് കേൾക്കുന്നുണ്ട് എന്നുള്ളതും അവരത് എഴുതിയെടുക്കുന്നുണ്ട് എന്നുള്ളതും ഓരോ സന്ദർഭങ്ങളിലും എഴുതിയെടുക്കുന്നത് കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇത്തരം അമലുകൾ അവർക്ക് പ്രയോജനപ്രദമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 12000 ബിസ്മിയുടെ അമല് വളരെ ആത്മാർത്ഥമായിട്ട് കൃത്യമായിട്ട് ചെയ്താൽ
നല്ല റിസൾട്ട് ലഭിക്കും, നല്ല റിസൾട്ട് ലഭിക്കും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അടിയന്തര സമയങ്ങളിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നല്ല അപ്പോൾ ഒറ്റ ഇരുത്തത്തിൽ ചെയ്യണോ, അതവിടെ നമ്മൾ വന്ന് ഒറ്റ ഇരുത്തത്തിൽ ചെയ്യേണ്ടതില്ല. അത് നമ്മൾ 1000 തവണ ഒരു കൃത്യത ഉണ്ടായാൽ അത് നന്നായി. അങ്ങനെ ഉണ്ടായില്ല എന്ന് ഇരുന്നുകൊണ്ട് കുഴപ്പമില്ല. ഒരു കൃത്യത ഉണ്ടായാൽ എന്ന് പറഞ്ഞാല് 1000 തവണത്തേക്ക് വേണ്ടി മാത്രം ഒരുമിച്ച് ഒന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു 300 തവണത്തേക്ക് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു 100 തവണ. അപ്പൊ 100 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സമയം ഇരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയം അതിന് ഷെഡ്യൂൾ ചെയ്യാം. എന്നിട്ട് 1000 തവണയാകുമ്പോ അല്ലെങ്കിൽ 1000 തവണ തഹജ്ജുദിന്റെ സമയത്തേക്ക് മാറ്റിവെക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഒരാള് ളുഹറിന് ചെയ്യുന്നു, അസ്വറിന് ചെയ്യുന്നു, മഗ്രിബിന് ചെയ്യുന്നു, ഇശാക്ക് ചെയ്യുന്നു, തഹജ്ജുദാകാൻ നേരത്ത് 1000 പൂർത്തിയാവുന്നു. അപ്പൊ 1000 പൂർത്തിയാകുമ്പോൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ സമയം നല്ല സമയമല്ലേ? അപ്പൊ 1000 അവിടെ പൂർത്തിയാകുമ്പോൾ 1000 പൂർത്തിയായതിനു ശേഷമുള്ള ദുആ അവിടെ ചെയ്യുക, അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അവിടെ 1000 പൂർത്തിയായതിന്റെ ദുആ ചെയ്യുന്നു. ആ ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിന്നെ 2000 ചൊല്ലാൻ വേണ്ടി തുടങ്ങി. 2000 പൂർത്തിയായതിന്റെ ദുആ എപ്പോൾ ചെയ്യുന്നു? അടുത്ത തഹജ്ജുദിന്റെ സമയത്ത് ചെയ്യുന്നു. ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അത് നല്ല ഫലം ലഭിക്കുന്ന ഒരു രൂപവും കൂടെയാണ്. അപ്പോ എങ്ങനെയാണോ നമുക്ക് ഒരു കംഫർട്ടബിൾ തോന്നുന്നത്, എങ്ങനെയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നത്, നമുക്കൊരു ആത്മാർത്ഥത തോന്നുന്ന സമയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്യാം. പീരിയഡ്സിന്റെ സമയത്ത് സഹോദരിമാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിസ്മി ഒരു ദിക്റും കൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ദിക്റാണെന്ന നിയത്തോടുകൂടെ അത് ചെയ്യാവുന്നതാണ്, ചൊല്ലാവുന്നതാണ്. അപ്പോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ദിക്റാണ് എന്ന നിയത്തോടുകൂടെ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന സമയത്ത് ഇത് വിശുദ്ധ ഖുർആനിലുള്ള ഒരു പദമാണല്ലോ ദിക്റാണെങ്കിലും, അതുകൊണ്ട് തന്നെ കറക്റ്റ് അക്ഷരങ്ങളൊക്കെ സ്ഫുടമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനി ഹ ഒക്കെ അതേപോലെ തന്നെ ഉച്ചരിച്ചിട്ട് അവസാനത്തെ മീമൊക്കെ റഹീ എന്ന് പറഞ്ഞു നിർത്താതെ റഹീം എന്ന് വായ പൂട്ടുന്ന രൂപത്തിലേക്ക് എത്തിയിട്ട് അത് അക്ഷരശുദ്ധിയോടുകൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ അത് കാരണമാകും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പലതും. ഇത് ചൊല്ലിക്കഴിഞ്ഞാല് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നിരന്തരം നമ്മൾ ചോദിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം, ഒരു വിഷയം തന്നെ ദുആ ചെയ്യുമ്പോൾ അത് 3 തവണ റിപ്പീറ്റ് ചെയ്ത് ദുആ ചെയ്യണം എന്നുള്ളത്. നമ്മൾ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ ശിഫയാക്കണം റഹ്മാനെ, ശിഫയാക്കണം അല്ലാഹ്, ശിഫയാക്കണം റഹ്മാൻ, അതിങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്ത് ദുആ ചെയ്യുന്ന രൂപങ്ങളൊക്കെ നമ്മൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു അമൽ ചെയ്യാം, അതിനി വേറെയും ചെയ്യാം, അങ്ങനെ ചെയ്യാം. എന്നിട്ട് അത് പൂർത്തീകരിച്ചതിന് ശേഷം അടുത്ത ആവശ്യത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്താണോ നമ്മുടെ മനസ്സകങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നീറുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെ പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. പലരും ഇവിടെ നേരിട്ട് വന്ന് ഇജാസത്തൊക്കെ വാങ്ങിയിട്ട് വളരെ തബറുക്കോടുകൂടെ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. വരുന്നവർ ആ സമയം ഉപയോഗപ്പെടുത്തുക, ഇതിനായിട്ട് പ്രത്യേകം വരേണ്ടതില്ല. വരുന്നവർ അങ്ങനെ ഉപയോഗപ്പെടുത്തി ചെയ്താൽ അത് കൂടുതൽ ഫലം ലഭിക്കാനൊക്കെ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ അമൽ ചെയ്ത് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, മഹാനരായ അമ്പിയാക്കൾ, മഹത്തുക്കളായ അമ്പിയാക്കളെ, അവർക്കൊക്കെ അവർ ചെയ്ത ദുആ ചെയ്തതിന്റെ ഫലം, റിസൾട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു 100 വർഷവും 200 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയത് എപ്പോഴാണ്? 100 വർഷം 200 വർഷമൊക്കെ കഴിഞ്ഞിട്ട്. നമ്മളതിന്റെ ഏതോ പ്രവാചകർക്കാണ്, നബിക്കാണത് സംഭവിച്ചത്? ആരാണ് അങ്ങനെ ഒരു ദുആ ചെയ്തിട്ട് 100 വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ട് ഉത്തരം ലഭിച്ചത്? ആരാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ഓർമ്മയുള്ളവർ അറിയിക്കുക. അങ്ങനെയാണ് അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയത്. അപ്പൊ നമ്മള് ഈ അമല് ചെയ്ത ഉടനെ തന്നെ റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി ബേജാറാവൊന്നും വേണ്ട. അത് എപ്പോഴാണോ നമുക്ക് കൃത്യമായി ലഭിക്കേണ്ടത് എന്ന് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്തിന് അറിയാം. അത് അവൻ ആ സമയത്ത് നമുക്ക് നൽകിയിരിക്കുമെന്നുള്ള തീർച്ചയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. വിഷമങ്ങളെല്ലാം അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്താൻ, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതാണ്. ഞായറാഴ്ച 10 മണിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.